ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കൊരു അടിപൊളി മെത്തി പറാത്ത ഉണ്ടാക്കിയാലോ. നമ്മുടെ ഉലുവ ഇലയാണ് മെത്തി ലീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയിലല്ലേ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി വന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിടണം കേട്ടോ, അത് മറക്കരുത്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിനാണ് കിട്ടുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവം നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ മാവ് ഞാൻ അല്പം ലൂസായിട്ടാണ് കുഴച്ചേക്കുന്നത്. ഞാൻ റൊട്ടി മേക്കൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കുഴച്ചേട്ടോ. നിങ്ങൾക്ക് നോർമൽ ചപ്പാത്തി പോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് 2 കയ്യിലും കുറച്ച് പൊടി പരത്തിയിട്ട് നമുക്കിതുപോലെ ബോൾസ് ഉരുട്ടി എടുക്കാം കേട്ടോ. ഞാൻ സമയത്ത് കുക്കുംബർ സാലഡൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ റൊട്ടി മേക്കറിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ മെത്തി പറാത്ത റെഡിയാക്കി എടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് തേക്കുമ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് 2 ഭാഗം നല്ലതുപോലെ മുരിച്ച് നമ്മുടെ അടിപൊളി മെത്തി പറാത്ത റെഡി ആയിട്ടുണ്ട്. മെത്തി പറാത്തയുടെ കഴിക്കുക സാലഡും തൈരും പിക്കിളും, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ മെത്തി പറാത്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ചൂട് മെത്തി പറാത്തയുടെ കൂടെ തൈര് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഗൈസ് സ്വർഗമാണ്, സ്വർഗം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.